എല്ലാവർക്കും നമസ്കാരം. ഫോണിലെ സ്റ്റോറേജ് വേഗം തീരുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലോ. നിങ്ങളുടെ ഫോണിൽ വളരെ കുറച്ച് ഫോട്ടോകൾ, വീഡിയോകൾ, ഡോക്യുമെന്റ്സ് തുടങ്ങിയവ മാത്രമേ ഉണ്ടാകൂ. എന്നിട്ടും സ്റ്റോറേജ് മുഴുവൻ തീർന്നിട്ടുണ്ടാകും. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമുള്ള ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫോണിലെ സ്റ്റോറേജ് പ്രശ്നത്തിന് പരിഹാരമായി ഗൂഗിൾ ക്രോം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സൈറ്റ് ഡാറ്റ ക്ലിയർ ചെയ്താൽ മതി എന്നാണ് അത്തരം വീഡിയോകൾ പറയുന്നത്. സൈറ്റ് ഡാറ്റ ഡിലീറ്റ് ആക്കിയാൽ ചെറിയ തോതിലുള്ള സ്റ്റോറേജ് മാത്രമേ നിങ്ങൾ ഫോണിൽ കൂടുകയുള്ളൂ. അത്തരം വീഡിയോകൾ പറയുന്നത് സ്റ്റോറേജ് കുറയാതിരിക്കാൻ ക്രോമിലെ ഓൺ ഡിവൈസ് ഡാറ്റ എന്ന ഓപ്ഷൻ ഓഫാക്കണം എന്നാണ്. ഈ സെറ്റിംഗ്സ് ഓഫാക്കിയാൽ നിങ്ങൾ സന്ദർശിക്കുന്ന പല വെബ്സൈറ്റുകളും പ്രോപ്പർ ആയി പ്രവർത്തിക്കില്ല. വെബ്സൈറ്റുകൾ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ കുക്കീസ് എന്ന് വിളിക്കുന്നു. പല വെബ്സൈറ്റുകളിലും സന്ദർശിക്കുമ്പോൾ അലോ കുക്കീസ് എന്ന ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫോണിന്റെ സ്റ്റോറേജ് പ്രശ്നത്തിലേക്ക് തന്നെ വരാം. യഥാർത്ഥത്തിൽ ആരാണ് മെമ്മറി മുഴുവൻ കട്ടിത്തിന്നുന്നത് എന്ന് ഉദാഹരണ സഹിതം നോക്കിയാലോ. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉണ്ടാകും ഈ ആപ്പ് ഓപ്പൺ ആക്കിയാൽ വീഡിയോസ്, ഫോട്ടോസ്, ഡോക്യുമെന്റ്സ് തുടങ്ങിയവയ്ക്ക് ഓരോന്നിനും ഉപയോഗിച്ച മെമ്മറി കാണാൻ കഴിയും. ഈ ഫോണിലെ ടോട്ടൽ സ്റ്റോറേജ് 64 GB ആണ്. ഇപ്പോൾ ബാക്കിയുള്ളത് 6.8 GB മാത്രം. എന്നാൽ വീഡിയോയ്ക്കായി 5.8 GB മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫോട്ടോയ്ക്കായി 930 MB മാത്രം. ഡോക്യുമെന്റ്സ് വെറും 167 MB മാത്രം. ഏറ്റവും കൂടുതലായി മെമ്മറി ഉപയോഗിച്ചത് ആപ്പ് സെക്ഷനാണ്. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളെല്ലാം കൂടി മെമ്മറി 36 GB ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ആപ്പുകളാണ് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് മുഴുവൻ കട്ടിത്തിന്നുന്ന യഥാർത്ഥ വില്ലന്മാർ. ആപ്പുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്മറി ഉപയോഗിക്കുന്നത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ ആപ്പുകളാണ്. ഇനി നമുക്ക് ആപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളെയും ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഉള്ള ആപ്പുകളെയും വേർതിരിച്ച് തന്നെ കാണാൻ കഴിയും. രണ്ടു വിധത്തിൽ ഇവിടെ സ്റ്റോറേജ് ക്ലീൻ ആക്കാൻ പറ്റും. ആദ്യത്തേത് ജങ്ക് ഫയൽസ് ക്ലീനിങ്ങും രണ്ടാമത്തേത് ആപ്പുകളുടെ സ്റ്റോറേജ് ആൻഡ് കാഷെ ഫയൽസ് ക്ലീനിങ്ങും. ആപ്പുകൾ ഓരോ തവണയും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന പിന്നീട് ആവശ്യമില്ലാത്ത ഫയൽസ് ആണ് ജങ്ക് ഫയൽസ്. ഇത്തരം ഫയൽസ് ക്ലീൻ ചെയ്യാതെ ഫോണിൽ അടിഞ്ഞുകൂടിയാൽ സ്റ്റോറേജ് കുറയുകയും കൂടാതെ ഫോൺ ഹാങ് ആകാനും തുടങ്ങും. ദിവസവും ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്താൽ നിങ്ങളുടെ ഫോൺ നല്ല സ്മൂത്തായി വർക്ക് ചെയ്യും. കൂടാതെ ഫോണിന്റെ ആയുസ് വർദ്ധിക്കുകയും ചെയ്യും. ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്യാൻ മുകൾ ഭാഗത്തായി കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മുകൾ ഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ജങ്ക് ഫയൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ സിസ്റ്റം ആപ്പ് വിഭാഗം കൂടി സെലക്ട് ചെയ്ത് ജങ്ക് ഫയൽസ് ഡിലീറ്റ് ചെയ്യുക. ആപ്പുകളുടെ സ്റ്റോറേജ് ആൻഡ് കാഷെ ക്ലീൻ ചെയ്യാൻ ഓരോ ആപ്പും വെവ്വേറെ സെലക്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഇവിടെ ഫേസ്ബുക്ക് സെലക്ട് ചെയ്യുന്നു. ഈ ഫോണിൽ ഫേസ്ബുക്ക് ടോട്ടൽ 1.33 GB മെമ്മറി ഉപയോഗിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന മെനുവിൽ സ്റ്റോറേജ് ആൻഡ് കാഷെ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിൽ ക്ലിയർ സ്റ്റോറേജ്, ക്ലിയർ കാഷെ എന്നിങ്ങനെ കാണാൻ കഴിയും. സ്റ്റോറേജ് ക്ലീൻ ചെയ്താൽ ഫേസ്ബുക്കിലെ ഡാറ്റ മുഴുവൻ ഡിലീറ്റ് ആകും. ഫേസ്ബുക്ക് ലോഗൌട്ട് ആകും. കാഷെ ഫയൽ സ്ഥിരമായി ക്ലീൻ ചെയ്യുക. ഓരോ ആപ്പിലെയും കാഷെ ഫയൽ സ്ഥിരമായി ക്ലീൻ ചെയ്യുമ്പോൾ ഫോണിലെ മെമ്മറി കൂടും എന്ന് മാത്രമല്ല ഗുണം, ആപ്പുകൾ നല്ല സ്മൂത്തായി പ്രവർത്തിക്കുക കൂടി ചെയ്യും. ലാഗിംഗ് പ്രോബ്ലം ഉണ്ടാകില്ല. കാഷെ ഫയൽസ് അടിഞ്ഞുകൂടി ആപ്പുകളുടെ ഫയൽ സൈസ് കൂടുമ്പോൾ ആപ്പുകൾ സ്ലോ ആകാൻ തുടങ്ങും. ഈ രീതിയിൽ ഏറ്റവും സ്റ്റോറേജ് ഉപയോഗിക്കുന്ന ഫോണിലെ മുഴുവൻ ആപ്പുകളുടെയും സ്റ്റോറേജും കാഷെ ഫയലുകളും ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഫോണിലെ മെമ്മറി നന്നായി കൂടും. വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ ആപ്പുകൾ ഫോണിലെ മെമ്മറി നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെ കുറക്കാം എന്ന് നോക്കാം. വാട്സാപ്പ് സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഫയൽസ് ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷൻ ഓഫാക്കുക എന്നതാണ്. ഫോട്ടോകളും വീഡിയോകളും കണ്ടാൽ ആവശ്യമുള്ളവ മാത്രം ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുക. മറ്റുള്ളവ അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കുക. പലരും ഇതൊന്നും ചെയ്യാറില്ല എന്ന് മാത്രം. ടെലിഗ്രാമിലും ഇതുപോലെ തന്നെ ചെയ്യുക. വാട്സാപ്പ് മെസ്സേജുകൾ സൂക്ഷിക്കുവാൻ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ 1 വർഷം മുമ്പുള്ള മെസ്സേജുകൾ വരെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടാകും. അവയൊക്കെ ഡിലീറ്റ് ആക്കിയാൽ ഫോണിലെ മെമ്മറി ധാരാളം കൂടും. അതിനായി ഫയൽസ് ബൈ ഗൂഗിൾ ആപ്പ് തുറന്ന് ഇന്റർണൽ സ്റ്റോറേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ വാട്സാപ്പ് ഫോൾഡർ സെലക്ട് ചെയ്യുക. ഷെയർഡ് ഫോൾഡർ ലോങ് പ്രസ് ചെയ്യുക. തുടർന്ന് മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിലീറ്റ് പെർമനന്റ്ലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതോടെ ആ ഫയൽ ഡിലീറ്റ് ആകും. നിങ്ങൾ ഷെയർ ചെയ്ത ഫോട്ടോകളുടെയും വീഡിയോകളുടെയും ഡാറ്റയാണ് ആ ഫോൾഡറിലുള്ളത്. അവ ഡിലീറ്റ് ആയാൽ അത്രയും മെമ്മറി തിരിച്ചു കിട്ടും. വാട്സാപ്പ് ഫോൾഡറിൽ ഏറ്റവും താഴെയുള്ള മീഡിയ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. വാട്സാപ്പ് വോയിസ് നോട്ട്സ്, വാട്സാപ്പ് വീഡിയോ നോട്ട്സ് തുടങ്ങിയ ഫോൾഡർ കൂടി ഇതുപോലെ ഡിലീറ്റ് ആക്കുക.
അപ്പോൾ അത്രയും സ്റ്റോറേജ് കൂടി നിങ്ങളുടെ ഫോണിൽ കൂടി കിട്ടും. ഇനി വാട്സാപ്പ് മെയിൻ ഫോൾഡറിലെ ഡാറ്റാബേസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ വാട്സാപ്പിൽ വന്ന ചാറ്റുകളും മെസ്സേജുകളും മുഴുവൻ അതിൽ ഉണ്ടാകും. അതും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉള്ളതുണ്ടാകും. മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം ഒരു 2 മാസത്തെ ചാറ്റുകൾ അൺക്ലിക്ക് ചെയ്യുക. വീണ്ടും മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് പെർമനന്റ്ലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോണിലെ പഴയ വാട്സാപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ആയാൽ തന്നെ നല്ല മെമ്മറി തിരിച്ചു കിട്ടും. ടെലിഗ്രാം സെറ്റിംഗ്സിൽ പോയി ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എടുത്ത് സ്റ്റോറേജ് യൂസേജ് എന്നതിൽ ക്ലിയർ കാഷ് സെലക്ട് ചെയ്യുക. കൂടാതെ ഓട്ടോ മീഡിയ ഡൗൺലോഡ് ഓഫാക്കി വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.